പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, പരിശുദ്ധമായ റമദാൻ മാസം ആഗതമായി കഴിഞ്ഞു. റമദാൻ മാസം എന്ന് പറയുന്നത് മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം കൊയ്ത്തുകാലമാണ്, വിളവെടുപ്പ് കാലമാണ്. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞില്ലേ, റമദാനു ശഹ്റു ഉമ്മത്തി, റമദാൻ മാസം എന്ന് പറയുന്നത് അതെന്റെ ഉമ്മത്തിന്റെ, എന്റെ സമുദായത്തിന്റെ മാസമാണ്. ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ സുഫൂരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ വളരെ ചിന്താത്മകമായ ചില വരികൾ കോറിയിടുന്നത് കാണാം. റജബ് മാസം എന്ന് പറയുന്നത് വിശ്വാസികൾക്ക് അവരുടെ സൽക്രമങ്ങളുടെ വിത്തുകൾ കുഴിച്ചു മൂടാനുള്ള മാസമാണ്. റജബിൽ വിത്തുകൾ കുഴിച്ചു മൂടാനുള്ള മാസമാണ്. ആ വിത്തുകൾ മുളച്ചു പൊന്തി വളർന്നു വരുന്ന സമയത്ത് അതിന് വെള്ളവും നൽകാൻ പറ്റുന്ന ഒരു മാസമാണ് ശഅബാൻ മാസം. അതിനെ വളർത്തിയെടുക്കാനുള്ള മാസമാണ്. എന്നാൽ അത് വളർന്ന് അതിന്റെ മൂപ്പെത്തുന്ന സമയത്ത്, അതിന്റെ ഒരു പ്രത്യേകമായ ഒരു സാഹചര്യം എത്തുന്ന സമയത്ത് അതിൽ നിന്ന് കൃഷികൾ കൊയ്തെടുക്കാനുള്ള മാസമാണ് യഥാർത്ഥത്തിൽ റമദാൻ മാസം. എന്നിട്ട് മഹാനായ ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ സുഫൂരി തങ്ങളുടെ ഒരു ചോദ്യമുണ്ട്. എന്താ ചോദ്യം? റജബ് മാസത്തിൽ വിത്ത് കുഴിച്ചു മൂടാത്ത ഒരാൾ, അല്ലെങ്കിൽ വിത്ത് കുഴിച്ചു മൂടിയിട്ടുണ്ട് പക്ഷേ ശഅബാൻ മാസത്തിൽ വെള്ളം നൽകാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് റമദാൻ മാസത്തിൽ റഹ്മത്താകുന്ന കൃഷി കൊയ്തെടുക്കാൻ സാധിക്കുക? ഇതൊരു വല്ലാത്ത ചോദ്യമാണ്. ഏതായാലും പരിശുദ്ധമായ റമദാൻ മാസം എന്ന് പറയുന്നത് കൊയ്ത്തുകാലമാണ് എന്ന് മഹാന്മാരായ മഹത്തുക്കളുടെ വാചകങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. എന്നാൽ എന്താണ് പരിശുദ്ധമായ റമദാൻ മാസത്തിൽ നിന്ന് നമുക്ക് നേടാനുള്ളത്? എന്താണ് കൊയ്തെടുക്കാനുള്ളത്? വിളവെടുക്കാൻ എന്താണുള്ളത്? അത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിശ്വപ്രസിദ്ധമായ ഒരു പ്രഭാഷണമുണ്ട്, വളരെ സുദീർഘമായ ഒരു പ്രഭാഷണം. മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു അത് പറയുകയും ചെയ്യുന്നു. മഹാനവറുകൾ പറയാണ്, ഖതബനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫി ആഖിരി യൗമി മിൻ ശഅബാൻ, ശഅബാൻ മാസത്തിന്റെ അവസാന നിമിഷത്തിൽ ഹബീബായ തങ്ങൾ ഞങ്ങളോട് പ്രസംഗിച്ചു തന്നു. എന്താണ് പ്രസംഗമെന്നറിയോ? അതാ യാ അയ്യുഹന്നാസ് ഖദ അളല്ലക്കും ശുക്റുൻ അലീം, പരിശുദ്ധമായ ഒരു മാസം നിങ്ങൾക്ക് വെളിവായിരിക്കുന്നു, ആഗതമായിരിക്കുന്നു. അത് വലിയ ബറക്കത്തുള്ള മാസമാണ്. ആ പരിശുദ്ധമായ മാസത്തിൽ അതാ 1000 മാസത്തെക്കാളും ഖൈറായ പ്രതിഫലമുള്ള മഹത്വമുള്ള ഒരു രാത്രിയുണ്ട്. അത് ലൈലത്തുൽ ഖദറിന്റെ രാത്രിയാണ്, നമുക്കറിയാമല്ലോ. എന്നിട്ട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, ആ പരിശുദ്ധമായ മാസത്തിൽ നോമ്പിനെ അല്ലാഹു തആല നിർബന്ധമാക്കുകയും രാത്രി സമയത്ത് നിസ്കാരം, തറാവീഹ് നമസ്കാരം സുന്നത്തായിട്ടും അല്ലാഹു തആല വെച്ചിരിക്കുകയാണ്. മാത്രമല്ല, ആ പരിശുദ്ധമായ റമദാൻ മാസത്തിൽ ഒരു സുന്നത്തായ ഒരു ഖൈറായ കാര്യം ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ അവന് ലഭിക്കുന്ന പ്രതിഫലം റമദാൻ അല്ലാത്ത മാസങ്ങളിൽ ഒരു ഫർള് ചെയ്തതിന്റെ പ്രതിഫലമാണ് ലഭിക്കുന്നത്. അതുപോലെ തന്നെ പരിശുദ്ധമായ റമദാൻ മാസത്തിൽ ഒരു ഫർള് എടുക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം, ഒരൊറ്റ ഫർള് എടുക്കുന്നുവെങ്കിൽ റമദാൻ അല്ലാത്ത മാസങ്ങളിൽ 70 ഫർള് എടുക്കുന്നതിന്റെ സ്ഥാനമാണുള്ളത് എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കാൻ നിർത്തിയിട്ടില്ല. എന്നിട്ട് തുടരുകയാണ്, വഹുവ ശഹ്റു സ്വബ്രി വസ്സബ്റു സവാബുൽ ജന്ന. ഈ പരിശുദ്ധമായ മാസം അത് ക്ഷമയുടെ മാസമാണ്. ക്ഷമയുടെ പ്രതിഫലം എന്താണ്? അത് സ്വർഗമാണല്ലോ. അതുപോലെ തന്നെ ആ പരിശുദ്ധമായ മാസത്തിൽ വിശ്വാസികളുടെ ഭക്ഷണത്തിൽ വലിയ ബറക്കത്ത് നൽകപ്പെടുകയാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, ആരെങ്കിലും ഒരു നോമ്പുകാരനെ നോമ്പ് തുറപ്പിച്ചു കഴിഞ്ഞാൽ അതവന്റെ പാപങ്ങൾക്കുള്ള, ദോഷങ്ങൾക്കുള്ള പരിഹാരമാണ്. മാത്രമല്ല നരകമോചനത്തിലുള്ള ഒരു കാരണം കൂടെയാണ്. നോമ്പ് തുറപ്പിച്ച വ്യക്തിക്ക്, നോമ്പ് തുറപ്പിക്കപ്പെട്ടവന്റെ നോമ്പിന്റെ പ്രതിഫലം ഒട്ടും കുറയാതെ ലഭിക്കുകയും ചെയ്യുമെന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. ഈ വലിയ മഹത്വം പ്രസംഗിച്ചപ്പോഴാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സൽമാനുൽ ഫാരിസി തങ്ങൾ ചോദിക്കുന്ന, ഹബീബായ തങ്ങളെ, ഇങ്ങനെയൊന്നും നോമ്പ് തുറപ്പിക്കാൻ ഞങ്ങളുടെ കയ്യിൽ സാമ്പത്തികമില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ തങ്ങൾ കൊടുത്ത മറുപടി, അങ്ങനെ വിശാലമായിട്ടില്ലെങ്കിലും അതാ വെള്ളം കലർത്തിയ അല്പം പാലാണെങ്കിലും ശരി, അല്ലെങ്കിൽ ഈത്തപ്പഴമാണെങ്കിലും ശരി, വേണ്ട ഒരിറക്ക് വെള്ളമാണെങ്കിലും ശരി, അതുകൊണ്ടെങ്കിലും നോമ്പ് തുറപ്പിക്കണം. അങ്ങനെ നോമ്പ് തുറപ്പിച്ചാൽ അല്ലാഹു തആല ഈ പറയപ്പെട്ട പ്രതിഫലം നൽകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമാധാനപ്പെടുത്തുകയാണ്. അതേസമയം ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരാൾക്ക്
വയറ് നിറച്ച് നോമ്പുകാരന് വയറ് നിറച്ച് ഭക്ഷണം കൊടുക്കാൻ ഉണ്ടെങ്കിലോ ഹബീബായ തങ്ങൾ പറയാൻ അല്ലാഹു തആല അത്തരം നോമ്പ് തുറപ്പിക്കുന്ന, വിശാലമായി നോമ്പ് തുറപ്പിക്കുന്ന ആളുകൾക്ക് എന്റെ ഹൗദുൽ കൗസറിൽ നിന്ന് വെള്ളം കൊടുക്കുന്നതാണ്. ആ വെള്ളം കുടിച്ചാൽ ഒരിക്കലും ദാഹിക്കാത്ത വെള്ളമാണത്. പിന്നീട് ഒരിക്കലും ദാഹമില്ല, സ്വർഗത്തിലേക്ക് അവനെ ആനയിക്കപ്പെടുകയും ചെയ്യുന്നു. തങ്ങൾ തുടരുകയാണ്. ആ പരിശുദ്ധമായ മാസത്തിന്റെ ആദ്യം റഹ്മത്തിന്റെ പത്താണ്, അതുപോലെ രണ്ടാമത്തെ 10 മഗ്ഫിറത്തിന്റെ പത്താണ്, അവസാനം നരകമോചനത്തിന്റെ പത്താണ്. എന്നിട്ട് തങ്ങൾ പറയുന്നത് ഫസ്തക്സിറു ഫീഹി മിൻ 4 ഖിസാൽ, അതുകൊണ്ട് പരിശുദ്ധമായ റമളാനിൽ 4 കാര്യങ്ങൾ നിങ്ങൾ വളരെ കൂടുതൽ തേടിക്കൊണ്ടിരിക്കണം. അതിൽ 2 കാര്യങ്ങൾ നിങ്ങൾക്ക് പിന്നെ 2 കാര്യങ്ങൾ അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്താനുള്ളതാണ്. 2 കാര്യമോ അത് നിങ്ങൾക്ക് ഒഴിച്ചുകൂടാനാവാത്തതുമാണ്. അതേതാണ്? അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്താനുള്ള 2 കാര്യമെന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ പറയാറുള്ള അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അസ്തഗ്ഫിറുല്ലാഹ എന്ന് പറയുന്ന 2 വാചകങ്ങൾ. പിന്നെ നമുക്ക് അനിവാര്യമായ 2 കാര്യമേതാണ്? അതൊന്ന് സ്വർഗം ചോദിക്കലും നരകമോചനവും, നരകത്തിൽ നിന്നുള്ള മോചനം ചോദിക്കലുമാണ്. അതാണ് നമ്മൾ പറയാറുള്ള അസ്അലുക്കൽ ജന്നത വ അഊദു ബിക മിനന്നാർ എന്ന് പറയുന്ന പ്രാർത്ഥന. ഏതായാലും ഈ ദിക്ർ, ഈ പറയപ്പെടുന്ന 4 കാര്യങ്ങൾ വളരെ വളരെ വലിയ മഹത്വമുള്ളതാണെന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്. അല്ലാഹു തആല പരിശുദ്ധമായ റമദാൻ മാസത്തിൽ നല്ല വിളവെടുപ്പ് നടത്താൻ അതിന് പറ്റുന്ന എല്ലാ സൗകര്യങ്ങളും അല്ലാഹു നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. www.hubburrasool.net